കടലിടുക്ക് ഭാഗികമായി തുറക്കാൻ ധാരണയിലേക്ക് ഇറാനും ഒമാനും എത്തിയിരിക്കുകയാണ്. മൂന്നാം കക്ഷിയെ ഒഴിവാക്കി ഹോർമുസിൽ ഇറാന് മേൽക്കൈ നൽകുന്ന കരാറിൽ അമേരിക്കയുടെ നിലപാടാണ് ഇനി നിർണായകം. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഇറാൻ. 3% ഫീസ് ഈടാക്കണമെന്ന് ഒമാനും ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കാൻ അവസരം ഒരുങ്ങുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇറാനും ഒമാനും ഇത് സംബന്ധിച്ച പ്രാഥമിക ധാരണയിൽ എത്തി. അന്തിമ കരാർ സംബന്ധിച്ച അന്തിമ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അമേരിക്കയുടെ കൂടി അനുമതിയോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിച്ചേർന്ന ധാരണകളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഉടൻ പ്രതീക്ഷിക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം അനൗദ്യോഗികമായി ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് പേർഷ്യൻ ഗൾഫിലേക്ക് ഹോർമുസിലൂടെ കടക്കുന്ന കപ്പലുകൾ അത് ഇറാൻ തീരത്തുകൂടെ കടന്നു പോകണം. തിരിച്ച് പുറത്തേക്കുള്ള വാണിജ്യ കപ്പലുകൾ ഒമാൻ തീരത്തുകൂടെയും പോകണം. അത് പക്ഷേ ഇറാൻ്റെ അനുമതിയോടെ ആകണം. അങ്ങനെ ഇറാന് മേൽക്കൈ നൽകുന്ന ഒരു കരാറിനാണ് രൂപം നൽകിയത് എന്ന വിമർശനം ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു. ഇറാന് മേൽക്കൈ നൽകുന്ന കരാറിനോട് അമേരിക്കയ്ക്കും ഒരു അതൃപ്തിയുണ്ട്. അക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടിനെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും കരാറിൽ എത്തിച്ചേരും, അത് വൈകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സ്കോട്ട് ബെസന്റ് അടക്കമുള്ളവർ 24 മണിക്കൂറിനുള്ളിൽ കരാറാകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിലവിലും വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവനയോ കരാറോ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. മറ്റൊന്ന്, കഴിഞ്ഞ 60 വർഷമായി പിന്തുടർന്നു പോകുന്ന രീതിക്ക് മാറ്റം വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. അതായത് ഹോർമുസിൽ ഫീസ് ഈടാക്കാൻ ഇറാൻ നീക്കങ്ങൾ നടത്തുന്നു. 7% ഫീസ് ഈടാക്കാനാണ് ഇറാൻ്റെ നീക്കം. ചൈന, റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്കാണ് ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്നത്. ഒമാനും സമാനമായ നിലപാട് അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് 3% ഫീസ്, ഒമാൻ തീരത്തൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് 3% ഫീസ് ഈടാക്കാൻ ഒമാനും താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ 60 വർഷമായി ഹോർമുസ് ഒരു സ്വതന്ത്ര പാതയായിരുന്നു. കപ്പലുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കിയിരുന്നില്ല. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഫീസ് വരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്നാൽ ഫീസ് ഈടാക്കുന്നതിനോട് അമേരിക്കയ്ക്ക് താൽപ്പര്യക്കുറവുണ്ട്. ഇതിലടക്കം അമേരിക്കയുടെ നിലപാട് എന്ത് എന്നത് നിർണായകമാകും. എന്തായാലും പ്രാഥമിക ധാരണ അനുസരിച്ച് 60 വർഷത്തേക്ക് ടോളോ ഫീസോ ഉണ്ടാകില്ല. എന്നാൽ വിദൂര ഭാവിയിൽ ഹോർമുസിൽ ഫീസ് ഉണ്ടാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊന്ന്, ഈ ഇറാന് മേൽക്കൈ നൽകുന്ന കരാറിൽ അമേരിക്ക ഇനി എന്തെങ്കിലും വ്യവസ്ഥകൾ നിർദ്ദേശിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായെങ്കിലും തുറക്കാൻ വഴിയൊരുങ്ങുന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇറാനും ഒമാനും ഇത് സംബന്ധിച്ച പ്രാഥമിക ധാരണയിലെത്തി. സംയുക്ത പ്രസ്താവന, ഇതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു.